ഐ നോബഡി ഒരു OTT റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഐ നോബഡി OTT റിലീസായിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ അത് കണ്ടു. അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാം. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ട്. അപ്പോൾ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ജോണർ വരുന്നത് ഒരു റോബറി ത്രില്ലർ എന്നുപോലെ രീതിയിലാണ് നമ്മളിതിനെ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെയാണ് സമീപിച്ചത്. പക്ഷെ പടം ഒരു റോബറി ഉണ്ട്, എന്നാലും ആ റോബറി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ഇമോഷണൽ പരിപാടിയാണ് ഇതിൽ ഉള്ളത്. അതിലൊരു ത്രില്ലിങ് എലമെന്റ്സും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പല ത്രില്ലിങ് എലമെന്റ്സും. പക്ഷെ ഇതിൽ ത്രില്ലിനൊക്കെ കൂടുതൽ ഇത് ഒരു ഇമോഷണലാണ്. അതിൽ വരുന്ന ഓരോ കഥാപാത്രത്തിനും പല ലേയേഴ്സ് ഉണ്ട്. പൃഥ്വിരാജ്, പാർവതി, പിന്നെ ഹക്കീം ഷാജഹാൻ, അശോകൻ, ഇങ്ങനെ ഈ വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഇമോഷനിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരു റോബറി കഴിഞ്ഞ ആ റോബറിൽ ഒരാള് അതൊരു വിക്ടിമാണോ, പിന്നെ ആൾക്കെതിരെ ആളാണ് ആ റോബറി പ്ലാൻ ചെയ്തെന്നും എക്സിക്യൂട്ട് ചെയ്തെന്നും പറയപ്പെടുന്നു. അപ്പോൾ എന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് ഇന്നാള് റോബറി ആളാണ് പ്ലാൻ ചെയ്തത്, ആളുടെ കയ്യിൽ ഒരു 17 കോടി ഉണ്ട്, ഒരു 18 കോടികളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആളുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് ആളെ ട്രീറ്റ് ചെയ്യുന്നത്, അതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആണത്. ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് അടിച്ചെടുക്കാനും ഒക്കെ ഉള്ള അതൊരു ആളുകളുടെ മെന്റാലിറ്റി കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ പടം ഞാൻ പറയാം, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് ഒരു അത്യാവശ്യം ഒരു സ്ലോ പേസിലാണ് പോകുന്നത്, ഒരു എൻഗേജിങ് ആയിട്ട് പോയി. പക്ഷെ ക്ലൈമാക്സ് എത്തിയപ്പോ എനിക്കത് വർക്കായില്ല. ക്ലൈമാക്സ് ഇതിന് നല്ലൊരു ക്ലൈമാക്സും ഡിസർവിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊരു എന്തോ ഒരു ദഹിക്കാൻ പറ്റായി എനിക്ക് തോന്നി. പക്ഷെ അങ്ങോട്ട് എന്താ പറയാ, ആ ഒരു പടത്തിന് നമ്മൾ അങ്ങനെ ഒരു ക്ലൈമാക്സ് അല്ല സംഭവം, എല്ലാം ഒരു ഹാപ്പി എൻഡിങ് പോലെ ഇങ്ങനെ നിർത്തുന്നുണ്ടെങ്കിലും ആ ഒരു പടത്തിന്റെ ഒരു ഗ്രാഫ് താഴോട്ട് പോയി. അതാണ് എനിക്ക് പറയാനുള്ളത്. പടം എനിക്കൊരു ആവറേജ്, ക്ലൈമാക്സ് എത്തിയപ്പോൾ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളും കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.